Hello dear friends, now let's check the remaining portion of Amigo brothers. Now we have seen that both the Amigo brothers have decided to be the winner to represent the boys club in the Golden Glove Championship tournament. So they mentally prepared themselves to fight each other and to be a winner in the competition. Large posters plastered all over the walls of local shops announced the fight between Antonio Cruz and Felix Vergas as the main bout. So as usual, there was advertisements regarding this fight. Large posters plastered all over the walls of local shops. എല്ലാ കടകളുടെ മുമ്പിൽ കൂടിയൊക്കെ ഇവരുടെ ആ ഫൈറ്റിന്റെ പരസ്യം പതിക്കപ്പെട്ടു, പ്ലാസ്റ്റർ ചെയ്യപ്പെട്ടു. ആന്റോണിയോയുടെയും ഫെലിക്സിന്റെയും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ബോക്സിംഗ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്, ബൗട്ട് എന്ന് പറയുന്നത്. ദ ഫൈറ്റ് ഹാഡ് ക്രിയേറ്റഡ് ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ നെയ്ബർഹുഡ്. അവിടെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു ഫൈറ്റിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആന്റോണിയോ ആൻഡ് ഫെലിക്സ് were well liked and respected. അതാണ് കാരണം. All of the people in the neighborhood knew who these Amigo brothers are. Each had his own loyal following. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഫാൻസും ഉണ്ടായിരുന്നു. The fight was scheduled to take place in Tompkins Square Park. So note down that venue of the fight. It is Tompkins Square Park. The morning of the fight, Tompkins Square Park was a beehive of activity with numerous workers setting up the ring, the seats and the guest speaker stand. Boxing ദിവസം രാവിലെ, the morning of the fight, Tompkins Square Park was a beehive of activity. നമുക്ക് തേനീച്ചയും ഉറുമ്പുകളും ഒക്കെയാണ് ഹാർഡ് വർക്കിൻ്റെ സിമ്പിൾസ് എന്ന് പറയുന്നത്. അവരെപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു തിരക്ക് അതാണ് ബീഹൈവ് ഓഫ് ആക്ടിവിറ്റി. അവിടെ തയ്യാറെടുപ്പുകളുടെ ഒരു തിരക്കായിരുന്നു. വിത്ത് ന്യൂമറസ് വർക്കേഴ്സ്, ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. അവർ റിങ് സെറ്റ് ചെയ്യുകയാണ്, സീറ്റ്, അതുപോലെ തന്നെ സ്പീക്കേഴ്സ് സ്റ്റാൻഡ്, വറതാങ്ങി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. The scheduled bout began shortly afternoon and the park had begun filling up even earlier. ഉച്ചയ്ക്ക് ശേഷം വേഗം തന്നെ ആ ഷെഡ്യൂൾ ബൗട്ട് തുടങ്ങി. The park had begun filling up even earlier. അതിനു മുമ്പ് തന്നെ ആ പാർക്ക്, ടോംകിൻസ് സ്ക്വയർ പാർക്ക്, ആളുകളെ കൊണ്ട് നിറയാൻ തുടങ്ങിയിരുന്നു. ഇവിടെ നമുക്ക് കാണാം രണ്ട് ആക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ. ദ ഷെഡ്യൂൾഡ് ബൗട്ട്സ് ബിഗാൻ ഷോർട്ട്ലി. ബിഗിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബിഗാൻ എന്നുള്ളത്. ഒരു വെർബ് അവിടെ കാണാം, ദ ബൗട്ട് ബിഗാൻ, തുടങ്ങി. അതിനുശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ആക്ഷനും കൂടി ഇവിടെ ഉണ്ട്. എന്താണ്? ബിഗൺ, ഹാഡ് ബിഗൺ എന്ന് കാണാം. ഇപ്പോൾ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഒരു സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളറിയാം എന്ത് ചെയ്യും, ആദ്യം നടന്ന ആക്ഷൻ്റെ തൊട്ടുപുറകിലായിട്ട് നമ്മൾ ഹാഡ് ചേർക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആദ്യം നടന്ന ആക്ഷൻ എന്ന് പറയുന്നത് ആളുകൾ നിറയാൻ തുടങ്ങുന്നതായിരുന്നു. സോ ബിഫോർ ബിഗൺ, V3 ഫോമിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹാഡ് കൂടി ചേർത്തു. ഹാഡിന് ശേഷം V3 ഫോമാണല്ലോ വേണ്ടത്, ഹാഡ് പ്ലസ് V3. സോ ബിഫോർ ദ ഫൈറ്റ് സ്റ്റാർട്ടഡ് the gallery had begun filling up by the people, audience. The waiting time was over. അങ്ങനെ ആ കാത്തിരിപ്പിൻ്റെ സമയം അവസാനിക്കുന്നു. Felix was escorted from the classroom by a dozen fans in white t-shirts. 12 വരുന്ന ഫാൻസിൻ്റെ അകമ്പടിയോടുകൂടി, വെള്ള ടീഷർട്ട് ഇട്ട ഫാൻസിൻ്റെ അകമ്പടിയോടുകൂടി ഫെലിക്സ് വരികയാണ്. എസ്കോർട്ടഡ് അല്ലേ, അവരെ കൊണ്ട് എസ്കോർട്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അവരെ ഫെലിക്സിനെ എസ്കോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? അതായത് എ ഡസൻ ഫാൻസ് ഇൻ വൈറ്റ് ടീഷർട്ട്സ് എസ്കോർട്ടഡ് ഫെലിക്സ് എന്നാണ്. അതിൻ്റെ പാസീവ് വോയിസ് അല്ലേ ഇത് എഴുതിയിട്ടുള്ളത്. ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് എന്ന്. അന്റോണിയോ വാസ് എസ്കോർട്ടഡ് ഡൗൺ. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. അന്റോണിയോയും എസ്കോർട്ട് ചെയ്യപ്പെടുകയാണ്. ഡൗൺ എ ഡിഫറൻറ്റ് സ്റ്റെയർവെൽ, മറ്റൊരു സ്റ്റെയർവെല്ലിലൂടെ, സ്റ്റെയർ കേസിലൂടെ. ആൻഡ് ഗൈഡഡ് ത്രൂ എ റോപ്ഡ് ഓഫ് പാത്ത്, കയറ് കെട്ടി വേർതിരിച്ച റോപ്പ് സെപ്പറേറ്റഡ് പാത്തിലൂടെ അന്റോണിയോയും വരികയാണ്. ആസ് ദ ടു ക്ലൈംബ്ഡ് ഇൻ ടു ദ റിംഗ്, രണ്ടുപേരും ക്ലൈംബ് ചെയ്തപ്പോൾ, ബോക്സിംഗ് റിംഗിലേക്ക് ചാടി കയറിയപ്പോൾ, ദ ക്രൗഡ് എക്സ്പ്ലോഡഡ് വിത്ത് എ റോർ. അവിടെയുള്ള ആളുകളെല്ലാം എക്സ്പ്ലോഡ് ചെയ്യുകയാണ് അല്ലെ. ആ ഒരു വാക്കിൻ്റെ ശക്തി
ബോംബ് എക്സ്പ്ലോഷനൊക്കെ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ അവിടെ ആളുകളെല്ലാം അങ്ങനെ ആവേശം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. വിത്ത് എ റോർ അവരങ്ങനെ ഗർജിക്കുകയാണ്. അന്റോണിയോ ആൻഡ് ഫെലിക്സ് ബോത്ത് ബോവ് ഗ്രേസ്ഫുള്ളി. അവർ പരസ്പരം ബോവ് ചെയ്യുന്നു. ബോവ് ചെയ്യുക, an action of courtesy, ഹംബിൾനെസ്, ഗ്രീറ്റിംഗ് അല്ലേ. മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ലീറ്റ്സൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിക്കാറുണ്ട്, ബോ ചെയ്യുന്നു. അപ്പോൾ പരസ്പരം ഒന്ന് ബോ ചെയ്തതിന് ശേഷം പരസ്പരമോ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ നേരെയോ ആൻഡ് ദെൻ റേസ് ദ ആംസ് ഇൻ അക്നോളജ്മെൻറ്റ്. എല്ലാവരുടെയും നേരെ, ഓഡിയൻസിന് നേരെ അവരവരുടെ കൈകൾ റൈസ് ചെയ്യുന്നു, പൊക്കുകയാണ് അല്ലേ, അഭിവാദ്യം ചെയ്തുകൊണ്ട്. ഇൻ അക്നോളജ്മെൻറ്റ് മീൻസ് ഹിയർ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷ പ്രകടനത്തിന് നന്ദി സൂചകമായി ഒരു ഗ്രീറ്റിംഗ് എന്നോണം രണ്ടുപേരും കൈപൊക്കി കാണിക്കുകയാണ്. അന്റോണിയോ ട്രൈ ടു ബി കൂൾ. ബോക്സിംഗ് ആണ്, ഫ്രണ്ട്സാണ്. അന്റോണിയോ ശാന്തനാകാൻ ശ്രമിച്ചു. ഹി ടേൺ സ്ലോലി ടു മീറ്റ് ഫെലിക്സസ് ഐസ്. ഫെലിക്സിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ he turned slowly to meet Felix's eyes, looking directly into his. ആ സമയം തിരിച്ചും ഫെലിക്സ് അന്റോണിയോയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഫെലിക്സിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് അന്റോണിയോ നോക്കുന്നു. എന്ന് വെച്ചാൽ അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ഫെലിക്സ് നോഡഡ് ഹിസ് ഹെഡ് ആൻഡ് അന്റോണിയോ റെസ്പോണ്ടഡ്. ഫെലിക്സ് തൻ്റെ തലയാട്ടുകയാണ്. നോഡ് ചെയ്യുക എന്ന് വെച്ചാൽ യെസ് എന്നോ നോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തലയാട്ടും. ഇവിടെ പരസ്പരം ഒന്ന് മൈൻഡ് ചെയ്യുകയാണ്. And Antonio responded. Antonio തിരിച്ചും തലയാട്ടി. Bong bong, the roar turned to stillness. So it was the bell sound. അപ്പോൾ അവിടുത്തെ ആരവങ്ങളെല്ലാം turn to stillness, turn to silence. Ladies and gentlemen. അപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ആണ് അല്ലേ. So for the examination, this announcement is an important question. Here comes the greetings. Ladies and gentlemen. The announcer spoke slowly. പതുക്കെ അനൗൺസർ പറയുക, അഭിവാദ്യം ചെയ്യുന്നു, അവിടെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്നു. Now is the moment we have all been waiting for. നമ്മൾ കാത്തിരുന്ന നിമിഷം ഇതാ. The main event between two fine young Puerto Rican fighters. പോർട്ടോറിക്കയിൽ നിന്ന് വന്ന ഈ രണ്ട് ഫൈറ്റേഴ്സിൻ്റെ ഐറ്റമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. This is the main event. In this corner, ഈ മൂലയിൽ ആരാണുള്ളത്? Weighing 134 pounds. ഏതാണ്ട് 60.5 കിലോയ്ക്ക് മുകളിൽ, 60.78 കിലോ ഭാരമാണ് 134 pounds. അപ്പോൾ ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 450 ഗ്രാമേ ഉള്ളൂ, 1/2 കിലോയും കൂടി ഇല്ല അല്ലേ. 134 × 0.453 അത്രേ, ഏതാണ്ട് 60.78 കിലോഗ്രാം വരും ഫെലിക്സ് വർഗസിൻ്റെ വെയിറ്റ് അല്ലേ. ലൈറ്റ് വെയിറ്റ് ചാമ്പ്യൻസ് ആണ്. ഇപ്പോൾ ഏതാണ്ട് 60ൻ്റെ ചുറ്റുവട്ടത്തേ കാണുള്ളൂ. ആൻഡ് ഇൻ ദിസ് കോർണർ, മറുഭാഗത്താണെങ്കിലോ, വെയിങ് 133 pounds, കൃത്യമായിട്ട് 60 കിലോയുള്ള അന്റോണിയോ ക്രൂസ്. ദ വിന്നർ വിൽ റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ടൂർണമെന്റ് ഓഫ് ചാമ്പ്യൻസ്, ദ ഗോൾഡൻ ഗ്ലോവ്സ്. വിന്നറാണ് അങ്ങോട്ട് പോവുക. ദ വിൽ ബി നോ ഡ്രോയ്ക്ക് സാധ്യതയില്ല. മേ ദ ബെസ്റ്റ് മാൻ വിൻ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവൻ വിജയിക്കട്ടെ. The cheering of the crowd shook the window panes of the old buildings surrounding the Thompson Square Park. The cheering, ആളുകളുടെ ആ ഒരു ആവേശപ്രകടനം ഓഫ് ദ ക്രൗഡ് ഷുക്ക് ദ വിൻഡോ പെയിൻസ്, അവിടുത്തെ ജനൽപ്പാളികളെയെല്ലാം. ഈ പെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡോ പെയിൻസ്, a piece of glass in a window, ജനലിൻ്റെ പാളിയാണ്. അപ്പോൾ അവിടുത്തെ ടോമിൻ സ്ക്വയർ പാർക്കിൻ്റെ പഴയ ബിൽഡിങ്ങിൻ്റെ പാളികളെല്ലാം കുലുങ്ങുകയാണ്. At the center of the ring, സെൻറ്ററിൻ്റെ നടുവിലായിട്ട് ആരുണ്ട്? റഫറി വാസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ യങ്സ്റ്റേഴ്സ്. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ? കീപ് യുവർ പഞ്ചസ് അപ്പ്. ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുക? വെർബിൻ്റെ പ്രയോഗം നോക്കൂ. ആദ്യം തുടങ്ങിയിരിക്കുന്നത് മുഴുവൻ ഒരു കമാൻഡ് പോലെ ആണല്ലേ ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമാൻഡ് പ്ലസ് ഇൻസ്ട്രക്ഷൻ ആണ്. കീപ് യുവർ പഞ്ചസ് അപ്പ്. യു ഷുഡ് കീപ് യുവർ പഞ്ചസ് അപ്പ്. നിങ്ങൾ ഇടിക്കേണ്ടത് മുകൾ ഭാഗത്തേക്കാണ്, മുകളിലോട്ടാണ്. നോ ലോ ബ്ലോസ്. ലോ ബ്ലോസ് പാടില്ല. നോ പഞ്ചിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഹെഡ്. പെടലിക്കിടിക്കരുത്. കീപ് യുവർ ഹെഡ്സ് അപ്പ്. അണ്ടർസ്റ്റാൻഡ്? ലെറ്റ്സ് ഹാവ് എ ക്ലീൻ ഫൈറ്റ്. അപ്പോൾ ഫോളൊന്നും കാണിക്കാതെ വൃത്തിയായിട്ട് കളിക്കാൻ പറയുക. നൗ ഷെയ്ക്ക് ഹാൻഡ്സ് ആൻഡ് കം ഔട്ട് ഫൈറ്റിംഗ്. അങ്ങനെ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വിളിക്കുകയാണ് നമ്മുടെ റെഫറി.
Both youngsters touched gloves and nodded. അവർ പരസ്പരം രണ്ട് ഗ്ലൗസും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുന്നു. They turned and danced quickly to their corners. അവരങ്ങനെ ചാടി കളിച്ചുകൊണ്ട്. Danced quickly means moved quickly to their corners. ബോക്സിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ പലരും കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ. ഏത് നേരവും കാലിൻ്റെ അടിയിൽ ഉറുമ്പ് പിടിച്ച മാതിരി അവരെ എപ്പോഴും ചാടിയും കൊണ്ടല്ലേ. They danced quickly to their corners. Bong bong. Round one. അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് ആയിരിക്കുന്നു. Felix and Antonio turned and faced each other squarely in the fighting pose. രണ്ടുപേരും പരസ്പരം ഫേസ് ചെയ്തുകൊണ്ട് എങ്ങനെ സ്ക്വയർലി ഇൻ എ ഫൈറ്റിംഗ് പോസ്. സ്ക്വയർലി ഡയറക്ട്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് നിൽക്കുകയാണ്. പിന്നെ ഫൈറ്റിംഗ് പോസിലാണ് അല്ലെ, കൈകളെ മുഷ്ടിയൊക്കെ ചുരുട്ടി പിടിച്ചുകൊണ്ടാണ്. ഫെലിക്സ് വേസ്റ്റഡ് നോ ടൈം. ഫെലിക്സ് സമയം പാഴാക്കാതെ came in fast, head low, തലകുനിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഹാഫ് ഹഞ്ച്ഡ് മീൻസ് സ്റ്റൂപ്ഡ് അല്ലേ, ഒരു ബോയിങ് പൊസിഷനിൽ തന്നെ തല കുനിച്ചുകൊണ്ട് സ്റ്റൂപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നു. ടുവേർഡ്സ് ഹിസ് റൈറ്റ് ഷോൾഡർ, മറ്റവൻ്റെ വലതുഭാഗത്തേക്ക്. ആൻഡ് ലാഷ്ഡ് ഔട്ട് മീൻസ് ബീറ്റ് വിത്ത് എ സ്ട്രൈറ്റ് ലെഫ്റ്റ് ജാബ് അല്ലേ, ഇടം കൈ കൊണ്ടൊരു ഇടി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് എന്നും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ജാബ് എന്നാണ്, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ജാബ് എന്നാണ്. ഇടം കൈ കൊണ്ടുള്ള ഇടി, വലം കൈ കൊണ്ടുള്ള ഇടി. He missed a right cross as Antonio slipped the punch and countered with the 3 lefts and snapped Felix's head back. ഇടം കൈ കൊണ്ടിടിച്ചു, പക്ഷേ റൈറ്റ് ക്രോസ് എന്ന് പറയുന്നത് അന്റോണിയോ സ്ലിപ്പ് അവേ ചെയ്തു അല്ലേ. അന്റോണിയോ സ്ലിപ്ഡ് ദ പഞ്ചിൽ നിന്ന് അന്റോണിയോ സ്ലിപ്പ് ചെയ്യുകയാണ്. ആൻഡ് കൗണ്ടേർഡ് വിത്ത് തിരിച്ചു കൊടുക്കുന്നു, നേരിടുന്നു എങ്ങനെ, വിത്ത് 3 ലെഫ്റ്റ്സ് ഇടതുഭാഗത്തു നിന്നുള്ള 3 ഇടിയുമായിട്ട്. ദാറ്റ് സ്നാപ്പ് ഫെലിക്സസ് ഹെഡ് ബാക്ക്. ആ 3 ഇടികൾ കൊണ്ടപ്പോൾ മൂപ്പരെ കഴുത്ത് ഒന്ന് ബാലൻസ് തെറ്റുകയാണ് അല്ലെ. സ്നാപ്ഡ് ഫെലിക്സസ് ഹെഡ് ബാക്ക്. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രാക്ചർ ആകുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അങ്ങനെയല്ല, പൊട്ടിയിട്ടൊന്നുമില്ല. എന്താണ്, ഒരു ഇടി കൊള്ളുന്ന സമയത്ത് ആ ബാലൻസ് പോകില്ലേ, അതിനാണ്. മേഡ് എ സഡൻ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് എന്നാണ് ഇവിടെ അർത്ഥം അല്ലെ. ഒരു ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്, അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ലാതെയുള്ള മൂവ്മെൻറ്റ്. കഴുത്ത് ബാലൻസ് ചെയ്യണം നോക്കുന്നുണ്ട്, പക്ഷേ നിവൃത്തിയില്ല, ഇടിയാണ് കൊണ്ടപ്പോൾ കഴുത്ത് പിന്നിക്കാണ് പോവുകയാണ്. സെൻഡിങ് എ മൈൽഡ് ഷോക്ക് കോഴ്സിങ് ത്രൂ ഹിം. അപ്പോൾ ഇങ്ങനെ ഇടി കിട്ടിയ സമയത്ത് സെൻസ് എ മൈൽഡ് ഷോക്ക്, അവൻ്റെ ഉള്ളിലൂടെ ഒരു ഷോക്ക് അങ്ങനെ പാസ് ചെയ്യാണ്. കോഴ്സിങ് മീൻസ് കോഴ്സിങ് ത്രൂ, പാസിങ് ത്രൂ ഹിം. എന്താണ് അത് ഞെട്ടാൻ കാരണം? അമ്മാതിരി ഇടിയായിരുന്നു അല്ലേ. If Felix had any small doubt about their friendship affecting their fight, it was being neatly dispelled. ഫെലിക്സിന് എന്തെങ്കിലും ചെറിയൊരു സംശയം ബാക്കിയുണ്ടായിരുന്നെങ്കിൽ എന്തിനെക്കുറിച്ച്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഈ ഫൈറ്റിനെ ബാധിക്കുമോ എന്ന് ചെറിയൊരു പേടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ബീയിങ് നീറ്റ്ലി ഡിസ്പെൽഡ്. അതങ്ങോട്ട് ക്ലിയറായി. ഡിസ്പെൽ മീൻസ് ക്ലിയർഡ് എവേ. ഡിസ്പെൽ ക്ലിയർ അവേ. അപ്പോൾ ആ സംശയങ്ങളൊക്കെ മാറി അല്ലേ. ഫ്രണ്ട്ഷിപ്പും ഈ ഇടിയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നപ്പോൾ ഫെലിക്സിന് മനസ്സിലായി. Antonio's left hand was like a piston, pumping jabs one right after another with seeming ease. ആൻ്റോണിയോയുടെ ഇടത്തെ കൈയിനെ കുറിച്ചാണ് പറയുന്നത്. വാസ് ലൈക്ക് എ പിസ്റ്റൺ പമ്പിങ് ജാബ്സ്. ഒരു പിസ്റ്റണെ പോലെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടികൾ, ചടപട. വൺ റൈറ്റ് ആഫ്റ്റർ അനദർ, ഒന്നിനെ പുറകെ ഒന്നായിട്ട്. വിത്ത് സീമിങ് ഈസ്, വളരെ എളുപ്പത്തിൽ. കാരണം അന്റോണിയോ എങ്ങനെയുള്ള ആളാണ് നമുക്കറിയാം, ലോങ് ആയിട്ടുള്ള മനുഷ്യനാണ് അല്ലേ. കയ്യിനും കാലിനും അസാമാന്യ വലുപ്പമുണ്ട്. ഫെലിക്സ് അങ്ങനെയല്ല, പാവം. ഫെലിക്സ് ബോബ്ഡ് ആൻഡ് വീവ്ഡ് ആൻഡ് നെവർ സ്റ്റോപ്പ് ബോറിങ് ഇൻ. ഫെലിക്സ് ബോബിയാണ്, റബ്ബർ പന്തിൻ്റെ മാതിരി അല്ലേ, അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ബോക്സിങ് ആക്ഷനാണ് ബോബ് ആൻഡ് വീവ് എന്നുള്ളത്. ചില സമയത്ത് ഇങ്ങനെ തല മേപ്പൊട്ടും കീപ്പൊട്ടും ഇങ്ങനെ ആക്കും, ചില സമയത്ത് ഇടത്തേക്കും വലത്തേക്കും സൈഡ് വൈസ് ചരിക്കും. അതാണ് ടു മൂവ് ജെൻറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ. അതാണ് ബോബിങ് എന്ന് പറയുന്നത്, ടു മൂവ് ജെൻറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ. മറ്റേത് വീവ് എന്ന് പറയുമ്പോഴോ ടു മൂവ് ബൈ ടേണിങ് ആൻഡ് ട്വിസ്റ്റിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക, തല അങ്ങനെ വെട്ടിക്കുക. ആൻഡ് നെവർ സ്റ്റോപ്പ് ബോറിങ് ഇൻ. ബോർവെൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ സംഭവം, കോഴിക്കണ്ടർ. അപ്പോൾ അതേമാതിരിയുള്ള ആക്ഷനാണ്. നെവർ സ്റ്റോപ്പ് ബോറിങ് ഇൻ. മൂപ്പര് നിർത്തിയിട്ടില്ല എന്ത്, ആ ഒരു കുഴൽക്കിണർ പിയേഴ്സ് ചെയ്യുകയാണ് ചെയ്യുക, അങ്ങനെ തുളച്ച് പോവുകയല്ലേ ചെയ്യുക. അപ്പോൾ അത് തുളയ്ക്കണമായൊരു തേടി പുള്ളിക്കാരൻ നിർത്തിയില്ല എന്നാണ്. അത്രയും ശക്തിയിൽ
ബോർവെൽ എങ്ങനെയാണോ കുടിക്കുന്നത് ആ ഒരു ശക്തിയിൽ തന്നെ തിരിച്ചും ഇടിക്കുകയാണ് ഫെലിക്സ്. ഹി ന്യൂ ദാറ്റ് അറ്റ് ദ ലോങ് റേഞ്ച് ഹി വാസ് അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. ഇൻ ദ ലോങ് റേഞ്ച് കുറച്ച് ദൂരത്തുനിന്ന് ഇടിക്കാൻ മൂപ്പർക്ക് പോലല്ല, കാരണം ചെറിയ കൈയും കാലും ഒക്കെയാണ്. അപ്പോൾ അത് മൂപ്പർക്കൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, മൂപ്പർക്കറിയാതെ. അന്റോണിയോ ഹാഡ് ടു മച്ച് റീച്ച് ഓൺ ഹിം. അന്റോണിയോക്കാണെങ്കിൽ എവിടെ നിന്ന് കിട്ടിയാലും ഫെലിക്സിനെ കിട്ടും. Antonio had too much reach on him. Only by coming in close could Felix hope to achieve the dreamed out knockout. ഫെലിക്സിനാണെങ്കിൽ ഏറ്റവും അടുത്ത് വന്നാൽ മാത്രമേ ഉള്ളൂ എന്ത് പറ്റുക, ഫെലിക്സ് ഹോപ്പ് ടു അച്ചീവ് ദ ഡ്രീംഡ് ഓഫ് നോക്കൗട്ട്. താൻ സ്വപ്നം കണ്ട ആ ഒരു ഇടി നടത്തണമെങ്കിൽ, വിജയം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഫെലിക്സിന് ആൻ്റോണിയോയുടെ ചോട്ടിക്ക് വരണം, അല്ലേ, അടുത്തേക്ക് വരണം. അപ്പോൾ ഇവിടെയും കാണാം ഓൺലി ബൈ കമ്മിങ് ഇൻ ക്ലോസ് കുഡ് ഫെലിക്സ് ഹോപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫെലിക്സ് കുഡ് ഹോപ്പ് എന്നല്ല, ഒരു നേരെ തിരിച്ചു ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ. അവിടെ ഇൻവേഷൻ കാണാവുന്നതാണ്. ഹീ കുഡ് എന്നാണ് മര്യാദക്കുള്ള ഒരു സെൻറ്റൻസിൽ പറയുക. ഇവിടെ കുഡ് ഹി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഫോമിൻ്റെ ഒരു പാറ്റേൺ അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, സ്ട്രെസ്സിന് വേണ്ടിയിട്ടാണ്. അവിടെ തുടക്കത്തിൽ ഓൺലി എന്ന് കാണാം, അങ്ങനെ മാത്രമേ പറ്റൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻവേഷൻ കൊടുത്തിട്ടുള്ളത്. അന്റോണിയോ ന്യൂ ദി ഡൈനാമൈറ്റ് ദാറ്റ് വാസ് സ്റ്റോർഡ് ഇൻ ഹിസ് അമിഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്. അന്റോണിയോക്ക് അറിയാമായിരുന്നു ദി ഡൈനാമൈറ്റ് പൊട്ടിക്കണമെന്നൊക്കെ കേട്ടിട്ടില്ലേ, എക്സ്പ്ലോസീവ് ദാറ്റ് വാസ് സ്റ്റോർഡ് ഇൻ അമിഗോ ബ്രദേഴ്സ് ഫിസ്റ്റ്. തൻ്റെ കൂട്ടുകാരൻ്റെ ആത്മസുഹൃത്തിൻ്റെ മുഷ്ടികളിലുള്ള ആ ഒരു ശക്തി, ഇവിടെ ഡൈനാമൈറ്റ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ദറ്റ് പവർ, അത് അന്റോണിയോക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഹി ഡക്ഡ് എ ഷോർട്ട് റൈറ്റ്. ഡക്ഡ് മീൻസ് എസ്കേപ്പ് ഫ്രം ഹിറ്റ് ബൈ ബെൻഡിങ്. അവിടുന്ന് തൽക്കാലം ഒന്ന് കഴിച്ചിലാവുകയാണ്. ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്. വലത്തെ ഭാഗത്തു നിന്ന് വരുന്ന, വലത്തെ കൈ കൊണ്ടുള്ള മറ്റേയാളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇടി തൽക്കാലം ഒന്ന് ഡക്ക് ചെയ്തു. ആൻഡ് മിസ്ഡ് എ ലെഫ്റ്റ് ഹുക്ക്. മൂപ്പർക്ക് അയാളുടെ ലെഫ്റ്റ് ഹുക്ക് മിസ്സാവുകയും ചെയ്തു. ഈ ലെഫ്റ്റ് ഹുക്ക് എന്താണെന്ന് ഈ വീഡിയോയിൽ കാണാം. ഈ കൈമുട്ടി ചരിച്ചുകൊണ്ടുള്ള ഇടിയില്ലേ, ഒരു പ്രത്യേക ആംഗിളിൽ വെച്ചിട്ടുള്ള ഇടി, അതാണ് ഹുക്ക് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ലെറ്റ് us see. Felix trapped him against the ropes just long enough to pour some punishing rights and lefts to Antonio's hard midsection. Felix trapped him against the ropes. ഫെലിക്സ് ആൻ്റോണിയോയെ കുടുക്കുകയാണ് ആ റോപ്സിൽ, ബോക്സിംഗ് റിങ്ങിൻ്റെ റോപ്പിൽ കുടുക്കിയിട്ട് എന്ത് ചെയ്തു, he could pour some punishing rights. Punishing means arduous, means using much energy. മൂപ്പരെ സർവശക്തിയും എടുത്ത് ഇടിയോടിടി, അല്ലേ, കയറുമ്പോൾ കെട്ടിയിട്ടിടിക്കണം, അതിടിക്കണം. പണിഷിങ് റൈറ്റ്സ് ആൻഡ് ലെഫ്റ്റ്സ് ടു അന്റോണിയോസ് ഹാർഡ് മിഡ് സെക്ഷൻ. മൂപ്പരുടെ ഒരു മിഡ് സെക്ഷനിലേക്ക്, മിഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഏതാണ്ട് മധ്യഭാഗം, വയറിൻ്റെ സ്റ്റൊമക് പാർട്ടൊക്കെയാണ്. അന്റോണിയോ സ്ലിപ്റ്റ് അവേ ഫ്രം ഫെലിക്സ്. എങ്ങനെയൊക്കെ അന്റോണിയോ കഴിച്ചിലാവണോ, ക്രാഷിങ് ടു ലെഫ്റ്റ്സ് ടു ഹിസ് ഹെഡ്. വെറുതെ കഴിച്ചിലായതല്ല, ക്രാഷ്. ഇങ്ങനെയുള്ള വാക്കുകൾ ഈ അടിയുമായിട്ട് ബന്ധപ്പെട്ട്, അടി, ഇടി, തൊഴി, ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് എഴുതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല കമൻട്രി പറയുന്ന സമയത്തോ, കമൻട്രി നിങ്ങൾ പറയാൻ പോകുന്നല്ല, എക്സാമിന് ചിലപ്പോൾ ചോദിക്കൂലേ, ലൈവ് TV റിപ്പോർട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഇത്രയും വിശദമാക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഈ കമൻട്രിക്കൊക്കെയാണ് പ്രത്യേകിച്ച്. അപ്പോൾ അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ സംഭവങ്ങൾ, ഈ ഇടിയുമായിട്ട് ബന്ധപ്പെട്ട, ബ്ലൗസുമായിട്ട്, ജാബുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത് നല്ലതാണ്, ഒരു 4-5 എണ്ണെങ്കിലും കേട്ടോ. Antonio slipped away from Felix, crashing. Crash means ആ ഒരു വാക്കിന് ഭയങ്കര ഒരു ശക്തി തോന്നില്ലേ, ടു ഹിറ്റ് ഓർ സ്ട്രൈക്ക് വിത്ത് ഫോഴ്സ്, അതാണ് ക്രാഷ്. നമ്മൾ ക്രാഷ് എന്ന് പറയുന്ന സമയത്ത് വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റ് ഒന്നും മറക്കരുത് കേട്ടോ. എന്താ അവസ്ഥ, ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തില്ലേ ക്രാഷ് ആവണത്, അപ്പോൾ അത്രയും ഫോഴ്സിലാണ് വരുന്നത്. ഫെലിക്സ് ക്രാഷിങ് 2 ലെഫ്റ്റ്സ്, 2 ഇടം കൈ കൊണ്ട് ഇടി കൊടുക്കുന്നു, 2 എണ്ണം ടു ഹിസ് ഹെഡ്, തലക്കാണ്. വിച്ച് സെറ്റ് ഫെലിക്സസ് റൈറ്റ് ഇയർ റിങ്ങിങ്. അപ്പോൾ ഫെലിക്സിൻ്റെ വലത്തെ ചെവിയിൽ നിന്ന് ഒരു മണിമുഴക്കം ഇങ്ങനെ കേൾക്കുകയാണ്, ഇങ്ങനെ അല്ലേ. ഫെലിക്സ് വാക്ക്ഡ് ബ്രിസ്ക്ലി. ഫെലിക്സ് ബ്രിസ്ക്ലി മീൻസ് ക്വിക്ലി, വാക്ക്ഡ് ബ്രിസ്ക്ലി ബാക്ക് ടു ഹിസ് കോർണർ. പെട്ടെന്ന് തന്നെ ഫെലിക്സ് തൻ്റെ മൂലയ്ക്ക് പോയിരിക്കുന്നു. അന്റോണിയോ ഗ്രേസ്ഫുള്ളി ഡാൻസ് ടു ഹിസ് വേ ടുവേർഡ്സ് ഹിസ് സ്റ്റൂൾ. അന്റോണിയോ തൻ്റെ സ്റ്റൂളിൻ്റെ അടുത്തേക്കും പോയിരിക്കുന്നു. അങ്ങനെ ഒന്നാമത്തെ റൗണ്ട് അവസാനിക്കുകയാണ്. ബോങ് ബോങ്, റൗണ്ട് 2.
So here comes the second round. Felix was off his stool. Felix was off. ഈ ഓഫ് എവിടെ കണ്ടിട്ടുണ്ടല്ലോ, മാച്ച് ബോക്സിലെ നൊമിത സ്റ്റവിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഓഫ് ചെയ്തില്ലേ, സ്റ്റവല്ല ഓഫ് ചെയ്ത് സ്റ്റവിൻ്റെ മുകളിൽ നിന്ന്, ഓർക്കുണ്ടോ? ഇല്ലെങ്കിലും ഒന്നും കൂടി പോയിട്ടൊന്ന് വായിച്ചോളൂ. ഫെലിക്സ് വാസ് ഓഫ് ഹിസ് സ്റ്റൂൾ. സ്റ്റൂളിൻ്റെ മുകളിൽ നിന്ന് എണീക്കുന്നു. ആൻഡ് റഷ് ടു അന്റോണിയോ ലൈക്ക് എ ബോൾ. ഇപ്പോൾ നേരത്തെ കിട്ടിയതിൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ബുള്ളിനെ പോലെ, ഒരു കാളയെ പോലെ ഓടിയെടുക്കുകയാണ് ഫെലിക്സ്. സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്. തലയ്ക്ക് കൊടുക്കുന്നു. അന്റോണിയോ ഹെഡ് മൂപ്പരക്ക് കിട്ടി, വേനിച്ചു. സെൻഡ് ബാക്ക് എ ബ്ലറിംഗ് ബാരാഷ് ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ് ദാറ്റ് ഓൺലി മെന്റ് ടു പെയിൻ ഫെലിക്സ്. അന്റോണിയോ കിട്ടിയതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണ്. സെൻഡ് ബാക്ക് എ ബ്ലറിംഗ് ബാരാഷ്. ബ്ലറിംഗ് മീൻസ് നമ്മൾ ക്യാമറയൊക്കെ ബ്ലർ ചെയ്യാറില്ലേ, ഇത് മങ്ങിക്കുക അല്ലേ, ബ്ലറിങ്, അൺക്ലിയർ വിഷൻ. അങ്ങനെ കണ്ണ് മഞ്ഞളിക്കുന്ന വിധത്തിൽ ബാരാഷ് കൊടുക്കുകയാണ്. എന്താ ബാരാഷ്? സ്ട്രോങ് ഔട്ട് ബേസ്റ്റ് ഓഫ് ബ്ലോസ്. ചടപട ഇടി കൊടുക്കുകയാണ്, തടുക്കാൻ കഴിയാത്ത മാതിരി ഇടി കൊടുക്കുകയാണ്. ബാരാഷ് മീൻസ് സ്ട്രോങ് ഔട്ട് ബേസ്റ്റ് ഓഫ് ബ്ലോസ് ഓഫ് ലെഫ്റ്റ്സ് ആൻഡ് റൈറ്റ്സ് ദാറ്റ് ഓൺലി ടു മെൻ പെയിൻ ടു ഫെലിക്സ്. ഫെലിക്സിനെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ള ഇടി. ഫെലിക്സ് ബോബ്സ് ആൻഡ് വേവ്ഡ്. ആക്ഷനൊന്നും കുറവില്ല. അങ്ങനെ അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒക്കേഷണലി പഞ്ചിങ് ഹിസ് 2 gloves ടുഗെദർ. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ഗ്ലൗസ് പരസ്പരം ഒന്ന് കൂട്ടിമുട്ടിക്കുന്നുണ്ട്. അന്റോണിയോ വെയിറ്റഡ് ഫോർ ദ റഷ് ദാറ്റ് വാസ് ഷുവർ ടു കം. അന്റോണിയോക്ക് അറിയാം തീർച്ചയായിട്ടൊരു റഷ് ഉണ്ടാവും ആരുടെ ഭാഗത്തുനിന്ന്, ഫെലിക്സിൻ്റെ ഭാഗത്തുനിന്ന് അല്ലേ. കാരണം മൂപ്പരങ്ങനെ കൊണ്ടുക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. So he waited for the rush. Rush here means a sudden attack that was sure to come. എന്തായാലും വരുന്ന ഉറപ്പാണ്. Felix closed in and feinted with his left shoulder and threw a right instead. ഫെലിക്സ് അടുത്തേക്ക് വന്നിട്ടല്ലേ അടിക്കാൻ പറ്റുള്ളൂ. മൂപ്പരങ്ങനെ he comes. Closed in means go nearer, especially to attack. ആക്രമിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോകുന്നതിനാണ് ക്ലോസ് ഇൻ എന്ന് പറയുന്നത്. ഫെലിക്സ് ക്ലോസ്ഡ് ഇൻ ആൻഡ് ഫെയിൻറ്റഡ്. ഫെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു മോക്ക് ബ്ലോയാണ്. മോക്ക് ബ്ലോ ഫുട്ബോളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഗോൾ പോസ്റ്റിന് മുന്നിൽ പെനാൽറ്റിയിലൊക്കെ അങ്ങനെയല്ലേ, വലത്തേക്ക് അടിക്കുന്നതായിട്ട് ആക്ഷൻ കാണിച്ചിട്ട് ഇടത് ഭാഗത്തേക്ക് അടിക്കണത്, ഗോളിയെ ഒന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരിയാണ്, അതിനാണ് ഫെയിൻറ്റിങ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ്സ് എ മോക്ക് ആക്ഷൻ യൂസ്ഡ് ഫോർ ഡിസ്ട്രാക്റ്റിംഗ് ദ ഓപ്പോണൻറ്റ്. മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. ലെഫ്റ്റ് ഷോൾഡറും കൊണ്ട് ആക്ഷൻ കാട്ടിയിട്ട് വലത് ഭാഗത്തേക്ക് ഇടിച്ചു. റൈറ്റ്സ് ടു ദ ബോഡി. ശരീരത്തിലേക്ക്. ലെഫ്റ്റ് ടു ദ ഹെഡ്. തലയിലേക്ക് ഇടം കൈകൊണ്ട്. നീദർ ഫൈറ്റർ വാസ് ഗിവിംഗ് ആൻ ഇഞ്ച്. ഒരു ഇഞ്ച് പോലും ആരും വിട്ടുകൊടുക്കുന്നില്ല. സഡൻലി എ ഷോർട്ട് റൈറ്റ് കോട്ട് അന്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിൻ. പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നു? ഷോർട്ട് റൈറ്റ്, അടുത്തുനിന്നുള്ള ഇടിയാണല്ലേ, ചടയെന്നുള്ള ഇടി. കോട്ട് അന്റോണിയോ സ്ക്വയർലി ഓൺ ദ ചിൻ. ആന്റോണിയോയ്ക്ക് എവിടെ കിട്ടുന്നത്? സ്ക്വയർലി മീൻസ് directly on the chin. താടിക്ക് ഇടിയിട്ടാണ്. ഹിസ് ലോങ് ലെഗ്സ് ടേൺ ടു ജെല്ലി. ആ താടിക്ക് ഇടിയിട്ട സമയത്ത് പുള്ളിക്കാരൻ്റെ കാലൊക്കെ എന്ത് സംഭവിക്കുന്നത്? ടേൺ ടു ജെല്ലി. ടേൺ ടു ജെല്ലി മീൻസ് വിഗിൾ, ടു മൂവ് അൺസ്റ്റഡിലി, ടു മൂവ് വിത്ത് ഇറഗുലർ മോഷൻ. നല്ലൊരു ഇടി കിട്ടുന്ന സമയത്ത് നമ്മളെ കാലൊക്കെ അങ്ങോട്ട് എന്താവും? തളരുന്നത് പോലെ അങ്ങനെ ആവുകയാണ്. ടേൺ ടു ജെല്ലി, ജെല്ലിയുടെ മാതിരിയാവണു. ആൻഡ് ഹിസ് ആംസ് ഫ്ലൈൽഡ് ഔട്ട് ഡെസ്പെറേറ്റ്ലി. കൈകളാണെങ്കിലോ കാലെങ്ങനെയായി? തളർന്നു പോയി. ഫ്ലൈൽഡ് ഔട്ട്. ഫ്ലൈൽഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്വിങ് ചെയ്യുക. ക്ഷീണമൊക്കെ സംഭവിക്കുന്ന സമയത്ത്, വീഴാൻ പോണൊക്കെ സമയത്ത് എന്ത് ചെയ്യും? സ്വിങ് ചെയ്യും, അങ്ങനെ ആടിപ്പോവും. അതും ഒരു ഇൻവോളണ്ടറി ആക്ഷനായിട്ട് സംഭവിക്കുന്നതാണ്. ഫ്ലൈൽഡ് ഔട്ട് ഡെസ്പറേറ്റ്ലി. അങ്ങനെ ഇവിടെ ഡെസ്പറേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി എന്നാണ് അർത്ഥം അല്ലേ. ഇൻ എ ഡെസ്പറേറ്റ് വേ. വളരെ മോശമായൊരവസ്ഥ അന്റോണിയോയ്ക്ക് സംഭവിക്കുകയാണ്. ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബോൾ. ബുള്ളിനെ പോലെ ഗ്രണ്ട് ചെയ്തുകൊണ്ട്, മുരണ്ടുകൊണ്ട്, ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവരി ഡിറക്ഷൻ. എല്ലാ ഭാഗത്തു നിന്നും ചടപട ഇടി. അന്റോണിയോ ഗ്രോഗി. ഗ്രോഗി മീൻസ് വീക്കെൻഡ്, എക്സോസ്റ്റഡ്, ക്ഷീണിച്ചുകൊണ്ട്. ബോബ്ഡ് ആൻഡ് വീവ്ഡ്. വേണം വേണ്ട വെച്ചിട്ട് അത്രയും ക്ഷീണം തോന്നി പുള്ളിക്കാരനെ അങ്ങനെ ബോബും വീവും ചെയ്യുകയാണ്. ഇവേഡിങ് മോസ്റ്റ് ഓഫ് ദ ബ്ലോസ്. ഇവേഡിങ് മീൻസ് ടു സ്ലിപ്പ് അവേ. ഇവേഡ്, ടു സ്ലിപ്പ് അവേ, ഒഴിവാക്കുക, എസ്കേപ്പ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഇടികളെ തരണം ചെയ്തു അന്റോണിയോ, ബോബ് വീവി ചെയ്തിട്ട്. സഡൻലി ഹിസ് ഹെഡ് ക്ലിയർ. പെട്ടെന്ന് തന്നെ തലയ്ക്കൊരു തെളിച്ചം വരികയാണ്.
തലയ്ക്ക് വെളിവ് വരികയാണ് കേട്ടോ. ക്ലിയർഡ് മീൻസ് ഹി റിക്കവേർഡ് ഹിസ് കോൺഷ്യസ്നെസ്. നേരത്തെ പറഞ്ഞിരുന്നു ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു അല്ലേ. നൗ എവറിത്തിങ് ഈസ് ക്ലിയർഡ്. ഹിസ് ലെഫ്റ്റ് ഫ്ലാഷ്ഡ് ഔട്ട് ഹാർഡ് ആൻഡ് സ്ട്രൈറ്റ്. അവൻ്റെ ഇടം കൈ ഫ്ലാഷ് ഔട്ട് ചെയ്തു. ഫ്ലാഷ് ഔട്ട് മീൻസ് അല്ലേ, ഫ്ലാഷ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു ക്വിക്ക് ആക്ഷൻ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ടു മൂവ് വെരി ക്വിക്ക്ലി, ക്വിക്കായിട്ട് ചലിച്ചു. ഹാർഡ് ആൻഡ് സ്ട്രൈറ്റ്, സ്ട്രോങ് ആൻഡ് സ്ട്രൈറ്റ്, ക്യാച്ചിങ് ഫെലിക്സ് ഓൺ ദ ബ്രിഡ്ജ് ഓഫ് ഹിസ് നോസ്. ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തിന്. ഇൻ എ ഫോഗ്, മൂക്കിൻ്റെ പാലത്തിന് കിട്ടിയപ്പോൾ മൂപ്പർക്ക് ആകെപ്പാടെ ഒരു പുകമറയായി. ഒന്നും കാണാൻ പറ്റുന്നില്ല, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഫോഗ് എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ്, ആകെപ്പാടെ ഒരു അന്ധാളിപ്പ്. ഫെലിക്സ് ഹേർഡ് ദ റോറിങ് ഓഫ് ദി ക്രൗഡ്സ്. പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാരുടെ ഒച്ച നിലവിളിയൊക്കെ കേൾക്കുകയാണ്. അവരുടെ ആ ഒരു ആവേശാരവം കേൾക്കുന്നു. ഹൂ സീം ടു ഹാവ് ഗോൺ ഇൻസെയിൻ. ദ ഓഡിയൻസ് ഹാസ് ടേൺഡ് ക്രേസി. ഇൻസെയിൻ, കാണുന്നവർക്കൊക്കെ ആവേശം കയറുകയാണ്, ഭ്രാന്താവുകയാണ്. His head cleared to hear the bell sound at the end of the round. തലയ്ക്ക് ബോധം വന്ന സമയത്ത് മൂപ്പര് എന്ത് കേൾക്കുകയാണ്, ആ റൗണ്ടിൻ്റെ അവസാനത്തിലുള്ള ബെൽ സൗണ്ട് കേൾക്കുകയാണ് അല്ലേ. ഹിസ് ഹെഡ് ക്ലിയർ ടു ഹിയർ. ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മൂപ്പരുടെ ബുദ്ധി തെളിഞ്ഞു വരികയാണ്. ഇങ്ങനെ ആ ഒരു സൗണ്ട് കേൾക്കാൻ മാത്രമല്ല ഒരു പവർ കിട്ടുകയാണ്. കാരണം ഇടി കൊണ്ടതിൻ്റെ ക്ഷീണം കുറച്ചൊന്ന് മാറി. അതുകൊണ്ട് വ്യക്തമായിട്ട് ആ മറ്റേ സൗണ്ട് കേട്ടു, ബെല്ലിൻ്റെ സൗണ്ട് കേട്ടു. ഹിസ് ട്രെയിനർ സാറ്റ് ഹിം ഡൗൺ ഓൺ ദി സ്റ്റൂൾ. ട്രെയിനർ അവനെ പിടിച്ച് സ്റ്റൂളിലിരുത്തി. ഇൻ ഹിസ് കോർണർ അന്റോണിയോ വാസ് ഡൂയിങ് വാട്ട് ഓൾ ഫൈറ്റേഴ്സ് ഡു വെൻ ദേ ഹർട്ട്. അന്റോണിയോ തൻ്റെ സൈഡിലിരുന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഫൈറ്റേഴ്സും ചെയ്യണ മാതിരി വേദനിക്കുമ്പോൾ എന്താ അവർ ചെയ്യുക നോക്കുക. ദേ സിറ്റ് ആൻഡ് സ്മൈൽ അറ്റ് എവരി വൺ. വേദനിച്ചാലും കണ്ണീർ മഴയത്തും ഒരു ചിരിയുടെ കൂടെ അവർ ചൂടാറുണ്ട്. എല്ലാ ഫൈറ്റേഴ്സും അങ്ങനെ ചെയ്യുകയാണ്. ദ റെഫറി സിഗ്നൽ ദ റിംഗ് ഡോക്ടർ ടു ചെക്ക് ദ ഫൈറ്റേഴ്സ് ഔട്ട്. സോ ദ റെഫറി സിഗ്നൽ ദ റിംഗ് ഡോക്ടർ. ദീസ് ഫൈറ്റേഴ്സ് ആർ ചെക്ക്ഡ്. ഹി ഡിഡ് സോ ആൻഡ് ദേ ഗേവ് ഹിസ് ഓക്കെ. അങ്ങനെ അവരുടെ പരിശോധനകൾക്ക് ശേഷം ആഫ്റ്റർ ദ ചെക്കപ്സ് ദ ഡോക്ടേഴ്സ് ഗേവ് ദ ഓക്കെ. ദ കോൾഡ് വാട്ടർ സ്പഞ്ചസ് ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് ആമിഗോ ബ്രദേഴ്സ്. ആ തണുത്ത വെള്ളത്തിൽ മുക്കിയ സ്പഞ്ചസ്, നമ്മുടെ മലയാളത്തിലുള്ള സ്പോഞ്ച്, അവർക്ക് രണ്ടുപേർക്കും ഒരു ഉഷാറ് കൊടുക്കുകയാണ് അല്ലേ. ബ്രോട്ട് ക്ലാരിറ്റി ടു ബോത്ത് ആമിഗോ ബ്രദേഴ്സ്. ദേ വർ റബ്ഡ് അൻറ്റിൽ ദെയർ സർക്കുലേഷൻ റാൻ ഫ്രീ. എവിടത്തും ചതഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്യണം, റബ്ബ് ചെയ്യണം. ബോങ് റൗണ്ട് 3 ദ ഫൈനൽ റൗണ്ട്. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് എത്തിയിരിക്കുന്നു. അപ് ടു നൗ ഇറ്റ് ഹാഡ് ബീൻ ടിക് ടാക് ടോ പ്രിറ്റി മച്ച് ഈവൻ. ഇതുവരെ ബോക്സിംഗ് കോമ്പറ്റീഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടിക് ടാക് ടോ ആണ്. അതിൻ്റെ മീനിങ് അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, പ്രിറ്റി മച്ച് ഈവൻ എന്നാണ് ഇവിടെ അതിൻ്റെ അർത്ഥം. രണ്ടുപേരും ഡ്രോ ആണ്. ബട്ട് എവരി വൺ ന്യൂ ദർ കുഡ് ബി നോ ഡ്രോ ആൻഡ് ദാറ്റ് ദിസ് റൗണ്ട് വുഡ് ഡിസൈഡ് ദ വിന്നർ. എല്ലാവർക്കും അറിയാം ഈ റൗണ്ടിലാണ് വിജയിയെ നിശ്ചയിക്കുക. ദർ കുഡ് ബി നോ ഡ്രോ. ദർ ഈസ് നോ ചാൻസ് ഫോർ എ ഡ്രോ. ദിസ് ടൈം ടു ഫെലിക്സ് സർപ്രൈസ് ഇറ്റ് വാസ് അന്റോണിയോ ഹു കെയിം ഔട്ട് ഫാസ്റ്റ്. ഫെലിക്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അന്റോണിയോ ആഞ്ഞെടുക്കുകയാണ്. ചാർജിങ് അക്രോസ് ദ റിംഗ്. ഇങ്ങനെ റിങ്ങിലേക്ക് തള്ളിയിടുകയാണ്. ചാർജിങ്, അറ്റാക്കിങ് അക്രോസ് ദ റിംഗ്. ഫെലിക്സ് braced himself but couldn't ward off the barrage of punches. He braced. Braced means to prepare for something bad. To prepare for something bad. പ്രത്യേകിച്ചും ബോക്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് ഇടി വരുന്നത് തടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബ്രേസ്ഡ് ഹിംസെൽഫ് എന്ന് പറയുക. ഒരു സെൽഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, സ്വയം ഒന്ന് സ്ട്രോങ് ആക്കുക. ബ്രേസ്ഡ്. ബട്ട് കുഡിൻ വാർഡ് ഓഫ്. വാർഡ് ഓഫ് മീൻസ് ടു ഡീവിയേറ്റ്, ടു എസ്കേപ്പ് ഫ്രം. ആ ഇടി വരുന്ന വഴി അതിനെ ചെറുക്കാൻ പുള്ളിക്കാരന് സാധിച്ചില്ല. കുഡിൻ വാർഡ് ഓഫ് ദ ബരാജ് ഓഫ് പഞ്ചസ്. ആ പഞ്ചസിൻ്റെ ആ ബരാജ്, ആ ഇടിയുടെ ആ ഒരു വരവിനെ നിർത്താൻ മൂപ്പർക്ക് സാധിച്ചില്ല. ഫെലിക്സ് ടാപ്ഡ് ഹിസ് ഗ്ലൗസ് ആൻഡ് കമൻസ്ഡ് ഹിസ് അറ്റാക്ക് അന്യൂ. ഫെലിക്സ് വീണ്ടും തൻ്റെ ഗ്ലൗസുകൾ കൂട്ടിമുട്ടിച്ച് കമൻസ്ഡ്, സ്റ്റാർട്ടഡ് ഹിസ് അറ്റാക്ക് അന്യൂ. അഗെയിൻ ഹി സ്റ്റാർട്ടഡ് ഹിസ് അറ്റാക്ക്. അന്റോണിയോ ത്രോയിങ് ബോക്സേഴ്സ് കോഷൻ ടു ദ വിൻഡ്സ്. ബോക്സേഴ്സ് കോഷൻ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജംപ്ഡ് ഇൻ ടു മീറ്റ് ഹിം. എല്ലാ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട്, എല്ലാവിധ പ്രിക്കോഷനും കാറ്റിൽ പറത്തിക്കൊണ്ട് എതിരാളിയെ നേരിടാൻ ചാടിപ്പോവുകയാണ്. ബോത്ത് പൗണ്ടഡ് എവേ. രണ്ടുപേരും പൗണ്ടഡ് എവേ. പൗണ്ടഡ് എവേ മീൻസ്
to strike repeatedly with force. The rain of blows. Idimara. Chadapada idi. Neither gave an inch and neither fell into canvas. ആരും തന്നെ ഫ്ലോറിലേക്ക് വീണതില്ല. കാരണം ആരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തില്ല. Canvas means the floor of the boxing ring. They fought toe to toe. പല്ലിന് പല്ല് എല്ലിനല്ല എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഇടി തുടരുകയാണ്. The sounds of their blows were loud. അവരുടെ ഇടിയുടെ സൗണ്ട് വളരെ ഉച്ചത്തിലായിരുന്നു. In contrast to the silence of the crowd gone completely mute. ആളുകളുടെ ആ ഒരു സൈലൻസ് അത് കംപ്ലീറ്റ്ലി മ്യൂട്ടായിരുന്നു. സൈലൻസ് എന്ന് പറഞ്ഞാൽ അട്ടർ സൈലൻസ് ആയിരുന്നു ഇവരുടെ ഇടിയുടെ ശബ്ദത്തിന് മുമ്പിൽ. ആളുകളുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അതിന് പകരം ഇവരുടെ ഇടിയുടെ ശബ്ദം മാത്രം ആ ഒരു ഗാലറിയിൽ മുഴങ്ങി കേൾക്കുകയാണ്. The referee was stunned by their savagery. അവരുടെ ഈ പ്രാകൃത സ്വഭാവം കണ്ടിട്ട്, സേവേജറി, വൈൽഡർനെസ് കണ്ടിട്ട് റഫറിക്ക് പോലും ആകെപ്പാടെ ഒരു അന്താളിപ്പ്. സ്റ്റണ്ട്. He was thunderstruck. Bong bong. The bell sounded over and over again. വീണ്ടും വീണ്ടും മണിമുഴക്കം കേൾക്കുകയാണ്. Felix and Antonio were past hearing. They didn't hear the bell sound. ആ ഇടിയുടെ അതിലങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് രണ്ടുപേരും ബെല്ലിൻ്റെ ശബ്ദം മാത്രം കേട്ടില്ല. Their blows continued to pound on each other like hailstones. ഹിമപാതം പോലെ അവരുടെ ഇടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നുവെച്ചാൽ അത്രയും ശക്തിയിൽ അല്ലേ. Finally, the referee and the two trainers pried Felix and Antonio apart. അങ്ങനെ അവസാനം റഫറിയും രണ്ട് ട്രെയിനേഴ്സും വന്നിട്ട് ഫെലിക്സിനെയും അന്റോണിയോയും പറിച്ചു മാറ്റുകയാണ് ചെയ്തത്. പ്രൈഡ് അപ്പാർട്ട്. പ്രൈഡ് അപ്പാർട്ട് മീൻസ് പുള്ളപ്പാട്ട് എന്നാണ് ഇവിടെ അർത്ഥം. വലിച്ച് മാറ്റുക. Cold water was poured over them to bring them back to their senses. അവർക്ക് സ്വയം ബോധം കിട്ടാൻ വേണ്ടിയിട്ട്, അവർ ബാക്ക് ടു സെൻസ് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം അവരുടെ മുഖത്തേക്ക് തെളിക്കുകയാണ്. They looked around and then rushed towards each other. ചുറ്റും നോക്കുന്നു, വീണ്ടും പരസ്പരം അടുക്കുകയാണ്, ഓടിയെടുക്കുന്നു. A cry of alarm surged through Tompkins Square Park. A cry of fear. A cry of anxiety. അലാം എന്ന് വെച്ചാൽ ശരിക്കും അലാം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അലാം എന്നല്ല അർത്ഥം. ഒരു അപകട സൂചനയ്ക്കാണ് അലാം എന്ന് പറയല്. അപ്പോൾ ഇവിടെ ഒരു cry of fear surged through. Surge means here filled. ഇപ്പോൾ ടോമിക് സ്ക്വയർ പാർക്കിൽ ഭയത്തിൻ്റെതായ ഒരു നിലവിളി ഉയർന്നു താഴുകയാണ്. Was this a fight to the death instead of a boxing match? ഇത് ബോക്സിംഗ് മാച്ചാണോ അതോ മരണം വരെയുള്ള ഫൈറ്റാണോ? സംശയമുണ്ട്. The fear soon gave way to the wave upon wave of cheering as the two amigos embraced. അവസാനം അത് സംഭവിക്കുകയാണ്. ആ ഭയം വഴിമാറിക്കൊടുക്കുന്നു. Gave way to wave upon wave. ആളുകളുടെ wave upon wave അല്ലേ, കൈവീശലിന് വഴിമാറിക്കൊടുക്കുന്നു. Of cheering as the two amigos embraced. രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്ത സമയത്ത് പിന്നെ അവിടെ ഭയത്തിന് സ്ഥാനമില്ലല്ലോ. No matter what the decision, തീരുമാനം എന്താണെന്നുള്ള പ്രശ്നമല്ല. They knew they would always be champions to each other. These Amigo brothers knew that they, both of them, are the champions each other. പരസ്പരം ചാമ്പ്യൻസ് ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അല്ലേ. Until then there was a wall was growing in between them. Finally that wall was broken. നമ്മൾ നേരത്തെ കണ്ട അയൽവാസികളെ തമ്മിലുള്ള ഒരു മതിലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പാഠത്തിൽ അല്ലേ. അതുപോലെ തന്നെ ഇവരുടെ ഇടയിലും അവരുടെ ബന്ധത്തിലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലൊരു മതിൽ വളർന്നു വന്നതായിരുന്നു. ഇപ്പം എന്തായി, ആ മതിൽ അവിടെ പൊട്ടിച്ചെറിയപ്പെടുകയാണ്. They themselves destroyed the wall growing in between them. Bong bong. Ladies and gentlemen, the winner and the representative to the Golden Gloves Tournament of the Champions is, again comes the final announcement. The announcement that proclaimed the name of the winner. The announcement that declared the name of the winner. ആരാണ് വിജയി എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അനൗൺസർ അങ്ങനെ വിന്നറെ പോയിന്റ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞു നോക്കുകയാണ്. The announcer turned to point to the winner and found himself alone. നോക്കിയ സമയത്ത് അവിടെ ആരെയും കാണാനില്ല. He found himself alone. മൂപ്പരൊറ്റയ്ക്ക് അവിടെ ഉണ്ടാകുന്നുള്ളൂ. ആമിനാം കയ്യിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് the champions had already left the ring. ആ ചാമ്പ്യൻസ് അവിടെ നിന്ന് പോയിരുന്നു. So that was their friendship. They were not ready to sacrifice their friendship for the sake of a trifle success. They respected each other. They valued their friendship. They never waited for the result, and they left the ring before hearing the result. Both of them knew that they are champions to each other. രണ്ടുപേരുടെയും കഴിവുകളിൽ രണ്ടുപേർക്കും നല്ല അറിവുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പതുക്കെ സ്ഥലം വിടുകയാണ്. So that's the end of the story. In our next session,
we can go deep into the exercises. Thank you.